എല്ലാവർക്കും നമസ്കാരം. രേണുവിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം. കിച്ചു വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഉണ്ടല്ലോ, അത് ആ കുഞ്ഞിന്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകും. അവന്റെ അച്ഛൻ കോമഡി സ്കിറ്റുകൾ അഭിനയിച്ച് സിനിമയിൽ അഭിനയിച്ച് വന്ന ഒരു കലാകാരനാണ് കൊല്ലം സുധി. രാഹുൽ എന്ന കിച്ചു കഴിഞ്ഞ ദിവസം അവന്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ആ കുഞ്ഞു മനസ്സിനെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അവൻ തിരിച്ചു വരുമ്പോഴുള്ള ആ മുഖം കണ്ടാൽ മനസ്സിലാവും. രേണുവിന്റെ ബന്ധുക്കളും, അതായത് അമ്മയും അച്ഛനും ചേച്ചിയും അടങ്ങുന്ന ആ കുടുംബമാണ് അവിടെ താമസിക്കുന്നത്. ഇപ്പോൾ കിച്ചുവിന്റെ വീട്ടിലെ ബ്ലോഗാണ് ചെയ്തത്. കിച്ചുവിന്റെ വീട്ടിൽ പോയി വീടിന്റെ ബ്ലോഗ് ചെയ്തിട്ടാണ് അവൻ അവന്റെ യൂട്യൂബിൽ ഇട്ടിരിക്കുന്നത്. അവനത് ഇടാനും എടുക്കാനുമുള്ള അവകാശമുണ്ട്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് അവൻ എടുത്തിരിക്കുന്നത്. അത് സാധാരണ നമ്മളൊക്കെ നമ്മുടെ വീടിനകത്ത് എങ്ങനെ പെരുമാറുന്നു അത് നമ്മൾ എടുത്തിടുന്നില്ലേ. കിച്ചുവും അത്രയേ ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് രേണുവിനെ കരിവാരി തേക്കാനോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷെ രേണു ആണ് ഇപ്പൊ തേച്ചുകൊണ്ടിരിക്കുന്നത്. രേണു തേച്ച് 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 വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊട്ട് വെളുക്കുന്നുമില്ല. എന്തുകൊണ്ടാണ് വെളുക്കാത്തത്? രേണു ചെയ്തത് അത്രയും വലിയൊരു തെറ്റാണ്. സുധി എന്ന കലാകാരന് കിട്ടിയിരിക്കുന്ന ട്രോഫികളെല്ലാം കൂടി ഒരു ചാക്കിൽ കെട്ടി കട്ടിലിന്റെ അടിയിൽ വെച്ചതാണോ സൂക്ഷിപ്പ്? അലമാരയില്ലെങ്കിൽ വേറെ എവിടേക്ക് വെക്കാൻ സൗകര്യമുണ്ട്? മേശപ്പുറത്ത് അവക്ക് കിട്ടിയ 8 അവാർഡ്. ഓ, എന്താ അവാർഡാ കിട്ടിയിരിക്കുന്നത്? നാണമില്ല രേണു നിനക്കിത് പറയാന്? നിനക്ക് എന്ത് അവാർഡാ കിട്ടിയിരിക്കുന്നത്? നീ സുധീന്റെ 7 അയലത്ത് വരുവോ? മറ്റ് കലാകാരന്മാരൊക്കെ മാറി നിൽക്കട്ടെ, അവരെ പറ്റിയൊന്നും തന്നെ പറയാനേ കൊള്ളൂല. കോപ്രായം കാണിച്ചുകൊണ്ട് കോമഡി കാണിച്ചു എന്ന് പറയുന്നത് ഒരു കോമഡിയും ഇല്ല ഇതിനകത്ത്. കോപ്രായങ്ങള്, ഒരു മനുഷ്യനെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള എന്ത് പരിപാടി കണ്ടാലും നമുക്കൊന്നിൽ ചിരിക്കാൻ വരണം, അല്ലെങ്കിൽ കുറെ സമയം നോക്കിയിരിക്കാൻ തോന്നണം. അതുമല്ലെങ്കിൽ ദേഷ്യപ്പെടാനെങ്കിലും തോന്നണം. ഇവൻ എന്തൊരു അഭിനയമായി അഭിനയിക്കുന്നതെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി തോന്നണം. ഇതൊന്നും ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല. എനിക്ക് മാത്രമല്ല, ഇത് കണ്ടവർക്ക് ആർക്കും തോന്നുകയുമില്ല. ഒരു കാറ് വന്ന് നിൽക്കുന്നു, കാറിൽ നിന്ന് ഇറങ്ങി നിന്ന് ചേട്ടായി. എന്ത് ചേട്ടായി? ഇതാണോ അഭിനയം? അടോ, കൂടുതലും സീരിയല്, സിനിമ, ഷോർട്ട് മൂവി, ആൽബം ഒക്കെ ചെയ്തവരാണ് ഇന്ന് ഈ കലാകാരന്മാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുന്നത്. ഞാനും ഒരു കലാകാരിയാണ്. അഭിനയിക്കാനും ഡബിങ് ചെയ്യാനും എല്ലാം ഞാനും ചെയ്യുന്നുണ്ട്. എനിക്കത് വലിയൊരു അഭിനയമായിട്ടൊന്നും രേണുവിൻ്റെ തോന്നിയിട്ടില്ല. രേണു പണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, രേണുവിനിങ്ങനെ കുറേ ആളുകളുടെ കൂടെ ഇങ്ങനെ നല്ല വേഷവും ധരിച്ച് ചിരിച്ച് കളിച്ച് നടക്കണം. ഭർത്താവ് മരിച്ചിട്ട് 2 വർഷമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് ചിരിക്കാൻ പാടില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പ്രതീക്ഷനോടാണ് ഇനി എനിക്ക് പറയാനുള്ളത്. എന്താണ് പ്രതീക്ഷ? നീ ലവ് മാരേജ് ആയിരുന്നു എന്ന് പറയുന്നു. ഒരു പെൺകുട്ടി കൊണ്ടുവന്നു, അതിൽ നിനക്കും ഒരു മകളും ജനിച്ചിട്ടുണ്ട്. ഒരു ഭാര്യയും മകളുമുള്ള പ്രതീക്ഷ ചെയ്യുന്നത് എന്താണ്? ഇവളെ ഒട്ടി ഒട്ടി നടക്കുക, അതോ നീ മാറിക്കൊണ്ടിരിക്കും പ്രതീക്ഷ? അവൾ അതിൻ്റെ അടുത്ത് നിന്റെ മടിയിലേക്ക് കയറിയിരിക്കുന്ന രീതിയിലാണ്. ആ വീടിന്റെ ആ ഒരു പോർഷനിൽ ഇരിക്കുന്നുണ്ട്. ഒരു വീടിന്റെ ചാരുവടിയിൽ രതീഷ് ഇരിക്കുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്തൊരു നിക്കറിട്ടിട്ട് അവളിരിക്കുന്നുണ്ട്. ഉളുപ്പുണ്ടോ നിനക്ക്? 10-35 വയസ്സായി നീ ഒരു നിക്കറും ഇട്ടും കണ്ടിട്ട് ഈ മലയാളികളെ മുമ്പിൽ വന്നിട്ട് കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കാതെ വേറെ വല്ല ജോലിയും ചെയ്തൂടെ പെണ്ണാ നിനക്ക്? നിനക്ക് എന്ത് പണിയാ അറിയാച്ച ആ പണിക്ക് പോകുമോ? നീ ശരിക്കും തൊഴിലുറപ്പിന് പോകാൻ മാത്രമേ ഉള്ളൂ നിനക്ക് യോഗ്യത. തൊഴിലുറപ്പിന് പോയാൽ കുറെ കാടൊക്കെ വെട്ടി അവിടെ ഇവിടെ ഇരുന്നോണം തോണ്ടിക്കൊണ്ടിരിക്കാൻ മാത്രമേ നിനക്ക് പറ്റത്തുള്ളൂ. ഇങ്ങനെ വേറെ എന്താ നിനക്ക് പറ്റുന്നത്? എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നിനക്ക്? നിനക്ക് എന്തഭിനയാ ഉള്ളത്? എനിക്ക് തോന്നിയിട്ടില്ല നീ അഭിനയിക്കുകയാണെന്നുള്ളത്. ആ പ്രതീഷിന്റെ കയ്യും പിടിച്ചിങ്ങനെ വരുന്ന പ്രതീക്ഷ ആ പോക്കറ്റിലൊന്ന് കൈയിടാൻ വേണ്ടി കൈ കുതറിയിട്ട് കൈ മാറ്റുന്നില്ല. അവള് മുറുക്ക പിടിച്ചിരിക്കുകയാണ്. അവനെങ്ങനെ ഒരു പുരുഷന്റെ കയ്യും പിടിച്ച് ഇങ്ങനെ ലാല ലാല നടക്കണം? ഒരു സ്ത്രീ പറയുന്നുണ്ട് രേണു പ്രതീഷിന്റെ കൈ വിടുന്നില്ല എന്ന്. എന്താണോ അഭിനയിക്കാൻ വന്നേച്ച് അതിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ വരെ നിന്നെ പുകഴ്ത്തി പറയല്ല ചെയ്തത്, നിന്നെ ഇകഴ്ത്തുകയാണ് ചെയ്തത്. അതായത് നിന്നെ താഴ്ത്തി കെട്ടാൻ തുടങ്ങി. താഴ്ത്തി കെട്ടി തെട്ടി നീ ഒന്നും അല്ലാണ്ടാകും രേണു. നിനക്ക് രേണു ആ കിച്ചുവിന്റെ ആ കുഞ്ഞു മനസ്സിന്റെ വേദന നിനക്ക് അനുഭവിക്കേണ്ടി വരും. നീ അനുഭവിക്കുക തന്നെ ചെയ്യും, അല്ലാണ്ട് എവിടെയും പോകില്ല. അത് ആ കൊച്ചുമോന്റെ
ആ ചെറിയ കുഞ്ഞിനെ ഒന്ന് താടിയിലൊക്കെ ഒന്ന് പിടിച്ച് ഇതാക്കിക്കൂടെ? നീ ഈ പ്രതീക്ഷന് എന്തിനാണ് വെറുതെ പുന്നാരം കിഞ്ചിച്ചും കണ്ട് തക്കുടു ആവിയല്ലേ കുക്കുടു ആവിയല്ലേ എന്നും പറഞ്ഞ് അവന്റെ കവളൊക്കെ പിടിച്ച് താടി പിടിച്ചു. ഹോ, ഇനി പ്രജീഷിന്റെ ഭാര്യയോട് എത്രയോ കുട്ടിക്കാലം മുതൽക്ക് അഭിനയം കണ്ടു പോന്നവരാണ്. സിനിമയിലാട്ടെ സീരിയലിലാട്ടെ എല്ലാം കാണുന്നുണ്ട്. രേണു കാണിക്കുന്നത് പോലെ ഒരു പെണ്ണും ഒരു പുരുഷന്മാരോട് കാണിക്കാറില്ല. അവക്ക് വേണ്ടത് ഒരു പുരുഷന്റെ അരികെ പറ്റി നിന്ന് ആ ചൂട് അവക്ക് വേണം. അതിന് പ്രതീക്ഷനെ ഒരായുധമാക്കിയിരിക്കുകയാണ്. പ്രതീക്ഷന് അത് മനസ്സിലായിട്ടില്ലേ? മനസ്സിലായിട്ടുണ്ടാവാം. പല റീൽസ് ചെയ്യുന്നതിലും റീൽസ് കഴിഞ്ഞിട്ട് അരയോടെ കെട്ടിപ്പിടിക്കുന്നു. എന്ത് കുഞ്ചിരാമനാ അരക്കി കൊടുക്കിടാൻ? രേണു എന്ത് ഉളുപ്പില്ലാത്ത പരിപാടിയാണ് ഈ കാണിക്കുന്നത്. എന്നാൽ പ്രതീക്ഷനെങ്കിലും ഒരു ഉഴുപ്പ് വേണ്ടേ? പ്രതീക്ഷ എന്ത് കണ്ടിട്ടേ ഈ പെണ്ണിന്റെ കൂടെ? പ്രതീക്ഷ വിചാരിക്കണ്ടോ രേണുവിന്റെ കൂടെ അഭിനയിച്ച് മുകളിൽ കയറിപ്പോയി സിനിമ ചാൻസ് കിട്ടും? സിനിമകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു സംവിധായകരുണ്ട്. കുഞ്ഞു സംവിധായകർ എന്ന് പറഞ്ഞാലും നേരത്തെ ഉണ്ടായിരുന്ന വലിയ സംവിധായകരല്ലാത്ത കുറേ സംവിധായകര് ഉണ്ട്. ഈ സംവിധായകരുടെ കൂടെ ഏതെങ്കിലും ഒരു കുഞ്ഞു പടത്തിൽ അഭിനയിക്കാനൊക്കെ ചിലപ്പോൾ ചാൻസ് കിട്ടിയെന്ന് വരും. ചാൻസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും പ്രതീക്ഷ ഒരിക്കലും മുകളിലോട്ട് പോകില്ല കേട്ടാ. പ്രതീക്ഷന് അഭിനയിക്കാനുള്ള കഴിവുണ്ട്, അഭിനയിക്കാൻ അറിയാം. പ്രതീക്ഷ വേറെ ഏതെങ്കിലും സിനിമാക്കാരുടെ കൂടെ ചേർന്ന് അഭിനയിക്കാൻ നോക്ക്. ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ രേണുവിനോട് ഡേറ്റ് ചോദിച്ചപ്പം രേണു പറയാം, ഞാനും പ്രതീക്ഷുമാണ് കോമ്പിനേഷൻ. അപ്പൊ പ്രതീക്ഷനെ വിളിക്കൂലേ? ഓ, വിളിക്കാലോ. പ്രതീക്ഷ ഇല്ലാതെ പിന്നെ നിനക്ക് ചാരാനൊരു മരം വേണ്ടേ? പണ്ട് മരം ചുറ്റിപ്രേമം എന്നൊക്കെ പറഞ്ഞ് സിനിമയിലേക്ക് നസീറും മധുവും ഷീലയും ഒക്കെ സിനിമയിലെ മരം ചുറ്റിപ്രേമം എന്ന് പറയുന്നതാണ് കണ്ടിരുന്നത്. നമ്മ പണ്ടത്തെ സിനിമയിലൊക്കെ മരം ചുറ്റിപ്രേമം എന്നാണ് പറയുക. നായകന്മാര് ഏതെങ്കിലും പാടത്തോ പറമ്പിലോ ഒക്കെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ തെങ്ങിന്റെ അടുത്തോ പ്ലാവിന്റെ അടുത്തോ ഒക്കെ നിന്നിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നത്. അങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് അതിൻ്റെ മേലെ ആ കുഞ്ഞിനെ സുധി മരിക്കുമ്പോൾ 3 വയസ്സുണ്ടാവും. 5 വയസ്സായ കുഞ്ഞ് എടുത്ത് കളിക്കും, അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് ഇതൊക്കെ വെറുതെ ആളെ മുമ്പിൽ കാണിച്ച് ഈ വീഡിയോ ചെയ്തപ്പോൾ എന്തായി? ഏതോ ഒരു വിവരമില്ലാത്തവൻ ഒരു കബോർഡ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അത് തന്നെയാണ് രേണുവിന്റെ ഉദ്ദേശം. രേണു, നിനക്ക് ഇത്തിരിയെങ്കിലും അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ വീട്ടുകാരെ അതിനേക്കാളുമാണ്. അവളിലൂടെ എന്ത് സുധിയുടെ പേരും പറഞ്ഞ് അവള് കുറെ സമ്പാദിക്കട്ടെ, ജീവിച്ചു പോയിക്കോട്ടെ. ഇനി രേണുവിനെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് എന്നും പറഞ്ഞിട്ട് പൊങ്കാലയിടാൻ വരണ്ട.